Dear all, കോണ്ടൂർ ഇൻ്റഗ്രേഷന് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് ഈ സെഗ്മെൻറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദ പ്രിൻസിപ്പിൾ ഓഫ് ഡിഫോർമേഷൻ ഓഫ് കോണ്ടൂർസ്. നമുക്കതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ലുക്ക് അറ്റ് ദിസ് കോണ്ടൂർ ഇൻ്റഗ്രൽ. ഹിയർ C is a circle mod z minus z naught equal to r എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ സർക്കിൾ സെൻറ്റേർഡ് അറ്റ് z naught with radius r. Okay, the contour integral of the function 1 by z minus z naught power n dz over the contour C will be 2 pi I if n equal to 1 and 0 if n not equal to 1, where n is an integer. ഓക്കെ, ഇത് നമ്മൾ നേരത്തെ ഉള്ള ഡിസ്കഷനിൽ നമ്മൾ ഇവാലുവേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം കൂടെയാണ്. നമ്മളത് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങളൊന്ന് നോക്കണം. ഓക്കെ, ഇത് നമ്മളെങ്ങനെയാണ് ചെയ്തിരുന്നത്? ഇത് ലൈൻ ഇൻ്റഗ്രലിൻ്റെ അഥവാ കോണ്ടൂർ ഇൻ്റഗ്രൽ ഡെഫിനേഷൻ ഉപയോഗിച്ചുകൊണ്ട് പാരാമീറ്ററൈസ് ചെയ്ത് മോഡ് z മൈനസ് z നോട്ട് ഈക്വൽ ടു ആർ എന്ന് പറയുമ്പോൾ z മൈനസ് z നോട്ട് ഈക്വൽ ടു ആർ ഇ റൈസ് ടു ഐ തീറ്റ എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ ഇവിടെ കൊടുത്ത് തീറ്റ ഫ്രം 0 to 2 pi എന്ന് പറയുന്ന ഇൻ്റഗ്രലാക്കി കൺവേർട്ട് ചെയ്ത് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ എന്നിൻ്റെ വാല്യൂ 1 ആകുമ്പോൾ അത് 2 pi ആയി എന്നും എന്നിൻ്റെ വാല്യൂ 1 അല്ലാതെ ഏതെങ്കിലും ഇൻറ്റിജർ ആണെങ്കിൽ അത് 0 എന്നും വരും. ഓക്കെ, ഇനി ഇവിടെ ഈ കോണ്ടൂർ സിക്ക് പകരം, സി എന്ന് പറയുന്ന സർക്കിളിന് പകരം ഞാൻ വേറെ ഏതെങ്കിലും ഒരു കോണ്ടൂർ എടുക്കുകയാണ്, സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ. ഓക്കെ, സോ ഇവിടെ ഫോർ എക്സാമ്പിൾ ഞാൻ റെക്റ്റാങ്കിൾ കൺസിഡർ ചെയ്തു. സെഡ് നോട്ടിനെ എൻക്ലോസ് ചെയ്യുന്ന ഒരു റെക്റ്റാങ്കിൾ നമ്മൾ നേരത്തെ എടുത്ത സർക്കിളിൻ്റെ അകത്ത് ഞാൻ എടുത്തു. ഓക്കെ, ഈ റെക്റ്റാങ്കിൾ സിയുടെ ഉള്ളിൽ തന്നെ എടുക്കണമെന്നില്ല, സിയെ കണ്ടെയ്ൻ ചെയ്യുന്ന രീതിയിലുള്ള റെക്റ്റാങ്കിൾ എടുത്താലും മതി. എനിവേ, ക്വസ്റ്റ്യൻ, ഈ റെക്റ്റാങ്കിളിലൂടെ ഈ ഫംഗ്ഷൻ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും വാല്യൂ? അത് നമ്മൾ എങ്ങനെ കാണുക? അത് കാണാൻ നമുക്കിവിടെ റെക്റ്റാങ്കിളിൽ 4 സെഗ്മെൻറ്റുകൾ കൂട്ടി യോജിപ്പിച്ചതാണ്, 4 ലൈൻ സെഗ്മെൻറ്റുകൾ കൂട്ടി യോജിപ്പിച്ചതാണ് ഈ റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലൈൻ ഇൻ്റഗ്രൽ ചെയ്യണമെങ്കിൽ ഓരോ സെഗ്മെൻറ്റിലൂടെയുള്ള ലൈൻ ഇൻ്റഗ്രൽ ചെയ്ത് അതിനെ ആഡ് ചെയ്യണം. അതാണ് നമ്മൾ സാധാരണ കൺവെൻഷനലി ചെയ്യുക. പക്ഷേ പ്രിൻസിപ്പിൾ ഓഫ് ഡിഫോർമേഷൻ ഓഫ് കോണ്ടൂർ അനുസരിച്ച് ഈ രണ്ട് പാത്തിലൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോഴും സെയിം വാല്യൂ തന്നെയാണ് വരിക. ഓക്കെ, ഈ റെക്റ്റാങ്കുലർ പാത്തിലൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഈ കർവിലൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഈ സർക്കിളിലൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാലും സെയിം വാല്യൂ തന്നെയാണ് കിട്ടുക. ഇപ്പോൾ റെക്റ്റാങ്കുലർ പാത്ത് തന്നെ എടുക്കണമെന്നില്ല, വേറെ ഏത് പാത്ത് വേണമെങ്കിലും എടുക്കാം. ഏത് പാത്താണെങ്കിലും വാല്യൂ വിൽ ബി സെയിം. 1 by z minus z naught power n dz will be equal to 2 pi I if n equal to 1 and 0 if n not equal to 1, an integer. Okay, provided this z naught is within ദ കർവ് സി, സിയുടെ ഉള്ളിലായിരിക്കണം. അഥവാ സി എൻക്ലോസ് ചെയ്യുന്ന റീജിയൻ്റെ ഉള്ളിലാണ് സെഡ് നോട്ട് എങ്കിൽ ഈ സി ഏത് കർവാണെങ്കിലും, സർക്കിൾ തന്നെ ആവണമെന്നില്ല, ഏത് സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ ആണെങ്കിലും വാല്യൂ ഇത് തന്നെയായിരിക്കും. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഡിഫോർമേഷൻ ഓഫ് കോണ്ടൂറിൻ്റെ ഒരു ആപ്ലിക്കേഷനായിട്ട് നമുക്ക് ചെയ്യാവുന്നത്. നമുക്ക് ആ ഡിഫോർമേഷൻ ഓഫ് കോണ്ടൂറിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോകാം. എന്താണ് ആ പ്രിൻസിപ്പിൾ പറയുന്നത് എന്ന് നോക്കാം. സി ദ സ്റ്റേറ്റ്മെൻറ്റ്. Principle of deformation of contours. Suppose that C1 and C2 are simple closed contours with C2 interior to C1. And second condition, f of z is analytic on both C1 and C2 at each point interior to C1 and exterior to C2. Then the conclusion is integral over C1 f of z dz equal to integral over C2 f of z dz. എന്താ പറയുന്നത്? C1 and C2 are simple closed contours with C2 interior to C1. അതായത് C1ൻ്റെ ഉള്ളിലാണ് C2 ഉള്ളത്. ഓക്കെ, സോ ദിസ് ഇസ് C1, ഇതിൻ്റെ ഉള്ളിലാണ് C2 ഉള്ളത്. ഞാനൊരു കോണ്ടൂർ, രണ്ട് സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ എടുത്തു, C1ൻ്റെ ഉള്ളിലാണ് C2 ഉള്ളത്. പിന്നെന്താ പറയുന്നത്? എഫ് സെഡ് ഈസ് അനലിറ്റിക് ഓൺ ബോത്ത് C1 ആൻഡ് C2. C1 എന്ന് പറയുന്ന കോണ്ടൂറിലും C2 എന്ന് പറയുന്ന കോണ്ടൂറിലും ഫംഗ്ഷൻ അനലിറ്റിക് ആണ്. ആ കോണ്ടൂറിൽ മാത്രമല്ല, ആൻഡ് അറ്റ് ഈച്ച് പോയിന്റ് ഇൻറ്റീരിയർ ടു C1 ആൻഡ് എക്സ്റ്റീരിയർ ടു C2, അഥവാ ഇൻറ്റീരിയർ ടു C1 ആൻഡ് എക്സ്റ്റീരിയർ ടു C2 എന്ന് പറയുമ്പോൾ ദിസ് റീജിയൻ, ഓക്കെ, ഈ പോർഷനിൽ, ഓക്കെ, രണ്ടിൻ്റെയും ഇടയ്ക്ക് കിടക്കുന്ന ആ റീജിയൻ്റെ ഉള്ളിൽ ഇവിടെയെല്ലാം നമ്മുടെ ഫംഗ്ഷൻ അനലിറ്റിക് ആണെന്നുള്ള ഇൻഫർമേഷനും കൂടെ നമുക്കുണ്ട്. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഈ C1നും C2നും ഇടയ്ക്കുള്ള റീജിയനിൽ ഫംഗ്ഷൻ അനലിറ്റിക് ആണ്. അപ്പോൾ കൺക്ലൂഷൻ എന്താ? C1ലൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതും C2ലൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതും സെയിം ആണ്, സെയിം വാല്യൂ ആണ് തരുന്നത്. ഇവിടെ ഓറിയൻറ്റേഷൻ രണ്ടിൻ്റെയും സെയിം ഓറിയൻറ്റേഷൻ ആണ്. C1 ആൻഡ് C2 ആർ സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർസ് വിത്ത് C2 ഇൻറ്റീരിയർ ടു C1 ആൻഡ് ദേ ആർ ഓറിയൻറ്റഡ് ഇൻ ദി സെയിം ഡയറക്ഷൻ. ഓക്കെ, അതുകൊണ്ട് പറയണം ഓറിയൻറ്റഡ് ഇൻ ദി സെയിം ഡയറക്ഷൻ, ഓറിയൻറ്റഡ് ഇൻ ദി സെയിം ഡയറക്ഷൻ, ഇൻ ദി സെയിം ഡയറക്ഷൻ, പോസിറ്റീവ് ഡയറക്ഷൻ. both are oriented
in the positive direction. പോസിറ്റീവ് ഡയറക്ഷൻ മീൻസ് ആൻറ്റി ക്ലോക്ക് വൈസ്. എന്താണ് ആൻറ്റി ക്ലോക്ക് വൈസ് അല്ലെങ്കിൽ പോസിറ്റീവ് ഡയറക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? C1ൻ്റെ പോസിറ്റീവ് ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാർക്ക് ചെയ്തിരിക്കുന്നതാണ്. എന്താണ് അതിൻ്റെ പ്രത്യേകത? C1ലൂടെ ഈ ഡയറക്ഷനിലൂടെ മൂവ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ആ മൂവ് ചെയ്യുന്ന ആളുടെ ഇടത് ഭാഗത്താണ് C1 എൻക്ലോസ് ചെയ്യുന്ന ഇൻറ്റീരിയർ റീജിയൻ കിടക്കുക. അതാണ് പോസിറ്റീവ് ഡയറക്ഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ പോസിറ്റീവ് ഓറിയൻറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏതൊരു കർവിൻ്റെയും പോസിറ്റീവ് ഓറിയൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂറിൽ അതിലൂടെ മൂവ് ചെയ്യുമ്പോൾ ആ മൂവ് ചെയ്യുന്ന ആളുടെ ഇടത് ഭാഗത്ത് വേണം ആ റീജിയൻ എൻക്ലോസ് ചെയ്യുന്ന റീജിയൻ കിടക്കേണ്ടത്, ആ കർവ് എൻക്ലോസ് ചെയ്യുന്ന റീജിയൻ കിടക്കേണ്ടത്. ദാറ്റ് ഈസ് ദി ഐഡിയ ഓഫ് പോസിറ്റീവ് ഓറിയൻറ്റേഷൻ. അപ്പോൾ ഇവിടെ C1ഉം C2ഉം പോസിറ്റീവ് ഓറിയൻറ്റഡ് സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂഴ്സ് ആണ്. C1ലും C2ലും C1ൻ്റെയും C2ൻ്റെയും ഇടയിലുള്ള ഭാഗത്തും ഫംഗ്ഷൻ അനലിറ്റിക് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ C1ലൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതും C2ലൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതും ഒന്ന് തന്നെയാണ്, ഈക്വൽ വാല്യൂസ് തന്നെയാണ് രണ്ടും വരിക. അപ്പോൾ അത് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. C1ൻ്റെ ഇൻ്റഗ്രേഷൻ C2ലുള്ള ഇൻ്റഗ്രേഷനാക്കി മാറ്റാം, അഥവാ C1നെ C2 ആയിട്ട് ഡിഫോം ചെയ്യാം, അല്ലെങ്കിൽ C2നെ C1 ആയിട്ട് ഡിഫോം ചെയ്യാം. ഡിഫോം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റിയെടുക്കുക അല്ലേ? C1നെ C2ലേക്ക് നമുക്ക് ചുരുക്കിയെടുക്കാം. കാരണം എന്താ, ഇവിടെ എവിടെയും അനലിറ്റിസിറ്റി ബ്രേക്കപ്പ് ആവുന്ന പോയിന്റ് ഇല്ല. അതുകൊണ്ട് ഈ പോയിന്റുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിതിനെ ഇതിനൊരു റബ്ബർ ബാൻഡ് പോലെ നിങ്ങൾ കാണുകയാണെങ്കിൽ, ഒരു റബ്ബർ ബാൻഡ് പോലെ കാണുകയാണെങ്കിൽ ആ റബ്ബർ ബാൻഡിനെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചുരുട്ടി പല ഷേപ്പിൽ വേണം, നമുക്ക് ആവശ്യമുള്ള ഷേപ്പിൽ വേണമെങ്കിൽ അതിനടുത്ത് മാറ്റാം അല്ലേ? ഒരു സർക്കുലർ ഷേപ്പ് കൊടുക്കാം, ഒരു ട്രയാങ്കുലർ ഷേപ്പ് കൊടുക്കാം, റെക്റ്റാങ്കുലർ ഷേപ്പ് കൊടുക്കാം, അല്ലെങ്കിൽ ഏത് രീതിയിൽ വേണമെങ്കിലും ചുരുട്ടിക്കൂട്ടി നമുക്ക് മാറ്റിയെടുക്കാം. ഓക്കെ, അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഫംഗ്ഷൻ്റെ അനലിറ്റിസിറ്റി ബ്രേക്കപ്പ് ആവത്തിടത്തോളം കാലം അതിൻ്റെ ഡൊമൈനിലുള്ള ഒരു കോണ്ടൂറിനെ മറ്റൊരു കോണ്ടൂറിൽ, സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂറിനെ മറ്റൊരു സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂറിലേക്ക് ഡിഫോം ചെയ്തുകൊണ്ട് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്? വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു കോണ്ടൂർ, നമ്മുടെ കോണ്ടൂർ ഇൻ്റഗ്രേഷൻ അണ്ടർലൈൻഡ് ആയിട്ടുള്ള കോണ്ടൂർ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കോണ്ടൂർ ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഒരു വലിയൊരു പോളിഗണൽ പാത്ത്, അതിലൊരു 8 സെഗ്മെൻറ്റ് അല്ലെങ്കിൽ 6 സെഗ്മെൻ്റ് ഒക്കെ ഉള്ളൊരു പോളിഗണൽ പാത്ത്, അതിലൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ ഓരോ സെഗ്മെൻറ്റിലൂടെയുള്ള ഇൻ്റഗ്രൽ വാല്യൂ സം ചെയ്തിട്ട് വേണം നമുക്ക് ചെയ്യാൻ. പക്ഷേ ഡിഫോർമേഷൻ ഓഫ് കോണ്ടൂർ പ്രിൻസിപ്പിൾ പ്രകാരം എന്ത് ചെയ്താൽ മതിയാകും? അതിലൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിന് പകരം നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള സർക്കിൾ പോലെ ഫെമിലിയർ ആയിട്ടുള്ള കോണ്ടൂറിലൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്താലും മതി. ഓക്കെ, so this principle says that if a contour can be deformed into another through the points of analyticity of f of z, then integral of f of z over these contours are same. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഡിഫോർമേഷൻ ഓഫ് കോണ്ടൂഴ്സ് പറയുന്നത്. നമുക്ക് ഇത് എങ്ങനെയാണ് കിട്ടുന്നത്, തിയററ്റിക്കലി എങ്ങനെയാണ് അത് ഇതിൻ്റെ പ്രൂഫ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നോക്കാം. പ്രൂഫ് പറയുന്നത് ഈ തിയറം ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടിയാണ്. നമുക്ക് പ്രൂഫിലൂടെ ഒന്ന് കടന്നു പോകാം. See, for the proof, given that C1 and C2 are simple closed contours oriented positively such that C2 lies in the interior of C1, ഇത് നമുക്ക് തന്നിട്ടുള്ള കാര്യമാണ്. Also given that f of z is analytic on both C1 and C2 and at each point in the region in between C1 and C2. See the figure. C1 എന്ന് പറയുന്ന കോണ്ടൂർ ഇതാണ്, C2 എന്ന് പറയുന്ന കോണ്ടൂറാണ് ഞാൻ ഈ വരച്ചിരിക്കുന്നത്. അതിനിടയ്ക്കുള്ള റീജിയൻ ഷെയ്ഡ് ചെയ്തിരിക്കുന്നു. ആ ഷെയ്ഡഡ് റീജിയനകത്ത് ഫംഗ്ഷൻ അനലിറ്റിക് ആണ്. C1ലും അനലിറ്റിക് ആണ്, C2ലും അനലിറ്റിക് ആണ്. C1ഉം C2ഉം ബൗണ്ട് ചെയ്യുന്ന ആ ഇൻ ബിറ്റ്വീൻ റീജിയനകത്തും നമ്മുടെ ഫംഗ്ഷൻ അനലിറ്റിക് ആണ്. ഇനി ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ C1ൽ നിന്ന് C2ലേക്ക് ഞാനൊരു സെഗ്മെൻറ്റ് വരയ്ക്കുന്നു. ഓക്കെ, ഒരു സെഗ്മെൻറ്റ് ഞാൻ വരയ്ക്കുന്നു. സോ ഐ യൂസ് ഡിഫറെൻറ്റ് കളർ. ഓക്കെ, സോ ഹിയർ ഐ യൂസ് ഒരു സെഗ്മെൻറ്റ് വരയ്ക്കും, ഡ്രോ എ സെഗ്മെൻറ്റ്. ആ സെഗ്മെൻറ്റിന് ഞാൻ AB എന്ന് പേര് വിളിച്ചു. ഓക്കെ, AB. അതുപോലെ C2ൽ നിന്ന് C1ലേക്ക് ഞാനൊരു സെഗ്മെൻറ്റ്, ഒരു സ്ട്രെയിറ്റ് ലൈൻ സെഗ്മെൻറ്റ് വരയ്ക്കുന്നു, ഡയറക്ഷൻ കൊടുക്കുന്നുണ്ട് ഇങ്ങനെ. ഓക്കെ, അതിന് AB ഇവിടെ EF എന്ന് പേര് കൊടുക്കുന്നു. ഓക്കെ, എന്നിട്ട് ഞാൻ ഇതിനെ രണ്ട് പാത്തായിട്ട് കൺസിഡർ ചെയ്യുകയാണ്. ഇപ്പോൾ ഞാൻ C1ലൂടെ മൂവ് ചെയ്തു, C1ൻ്റെ അതേ ഡയറക്ഷനിൽ മൂവ് ചെയ്തു എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ഓറിയൻറ്റേഷനാണ്. C1ലൂടെ മൂവ് ചെയ്ത് എയിലെത്തിയാൽ A to B ഈ സെഗ്മെൻറ്റിലൂടെ ഞാൻ C2ലേക്ക് എൻ്റർ ചെയ്തു. C2ലേക്ക് എൻ്റർ ചെയ്ത് C2ൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ, ഓക്കെ, C2ൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ, അതായത് ആ ഡയറക്ഷനാണ് ഞാൻ ഈ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഈ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഞാൻ മൂവ് ചെയ്യുന്നു. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്ത് EFലൂടെ വീണ്ടും ഞാൻ C1ലേക്ക് കയറുന്നു, C1ലേക്ക് ഇങ്ങനെ കയറുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഈ റെഡ് ലൈനിലൂടെ ഞാൻ മാർക്ക് ചെയ്യുന്നത്
ഒരു സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂറാണ്. ഞാൻ അതിനെ ഗാമ 1 എന്ന് വിളിച്ചു. അപ്പോൾ എന്താണ് ഗാമ 1? ഗാമ 1 എന്ന് പറയുന്നത് C1ൻ്റെ ഇത്രയും പോർഷനുണ്ട്. ഓക്കെ, പിന്നെ എ ബി എന്ന് പറയുന്ന ലൈൻ സെഗ്മെൻ്റ് ഉണ്ട്. C2ൻ്റെ ഒരു പോർഷൻ ഇൻ ദി റിവേഴ്സ് ഡയറക്ഷൻ ഓഫ് C2 ഓർ ഇൻ ദി റിവേഴ്സ് ഓറിയൻറ്റേഷൻ ഓഫ് C2. പിന്നെ EF എന്ന് പറയുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ സെഗ്മെൻറ്റ്, അത് ഏതിലേക്ക് എത്തുന്ന C1ലേക്ക്. അപ്പോൾ ഈ പോർഷൻ, ഈ അപ്പർ പോർഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഈ കർവ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂറാണ്. ഞാനതിനെ ഗാമ 1, ക്യാപിറ്റൽ ഗാമ 1 എന്ന് ഡിനോട്ട് ചെയ്തു. ഇതുപോലെ തന്നെ താഴെ നമുക്കൊരു സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ കൺസിഡർ ചെയ്യാം. ഏതുപോലെ എന്തോ ഇങ്ങോട്ട് നോക്ക്, എഫ്, ഈ C1ൻ്റെ ലോവർ പോർഷൻ. ഓക്കെ, C1ൻ്റെ ലോവർ പോർഷൻ, C1ൻ്റെ ഡയറക്ഷൻ ഒന്നും മാറുന്നില്ല, അതേ ഡയറക്ഷൻ തന്നെയാണ് പോകുന്നത്. C1ൻ്റെ ലോവർ പോർഷനിലൂടെ പോയി എഫിലെത്തുമ്പോൾ ഞാൻ എഫിയിലേക്ക്, ഓക്കെ, ഐ യൂസ് എ ഡിഫറെൻറ്റ് കളർ. സോ ലെറ്റ് മീ ചൂസ് ദിസ് കളർ. So this is the path I have chosen. എഫിലെത്തിക്കഴിഞ്ഞാൽ എഫ് എന്ന് പറയുന്ന ഈ സെഗ്മെൻറ്റിലൂടെ ഞാൻ വരുന്നു. ഓക്കെ, ഡയറക്ഷൻ മാറിയിട്ടുണ്ട്. എന്നിട്ട് C2ൻ്റെ ലോവർ പോർഷനിലൂടെ മൂവ് ചെയ്യുന്നു. ഓക്കെ, ഈ ഡയറക്ഷൻ എന്ന് പറയുന്നത് C2ൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. C2ൻ്റെ ആക്ച്വൽ ഡയറക്ഷൻ ഈ ബ്ലാക്കിൽ മാർക്ക് ചെയ്തിരിക്കുന്നതാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് ഇത് എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലൂടെ കയറി പിന്നെ ഞാൻ ഈ സെഗ്മെൻറ്റിലൂടെ കയറുന്നു. എന്നിട്ട് വീണ്ടും ഇതിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. അപ്പോൾ ഈ താഴെ കാണുന്നത് മറ്റൊരു സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂറാണ്. അതിനെ ഗാമ 2 എന്ന് വിളിച്ചു. അപ്പോൾ നമുക്ക് ഗാമ 1ഉം ഗാമ 2ഉം ഒന്ന് എഴുതാം. നൗ എന്താണ് ഞാനിപ്പോൾ ചെയ്തത്? ഞാൻ എ ബി എന്ന് പറയുന്ന സെഗ്മെൻറ്റും അതുപോലെ EF എന്ന് പറയുന്ന സെഗ്മെൻറ്റും ഇവിടെ വരച്ച് രണ്ട് സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂറുകൾ ഉണ്ടാക്കി, ഗാമ 1 ആൻഡ് ഗാമ 2. ലെറ്റ് മീ റൈറ്റ് ദാറ്റ്. ഓക്കെ, സോ ഡ്രോ ലൈൻ സെഗ്മെൻറ്റ്സ് എ ബി ആൻഡ് EF ആസ് ഇൻ ഫിഗർ. ഫിഗറിൽ കൊടുത്തിരിക്കുന്ന പോലെ എ ബി EF എന്ന് പറയുന്ന സെഗ്മെൻറ്റുകൾ വരയ്ക്കുന്നു. ആൻഡ് കൺസിഡർ ദി സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർസ് ഗാമ 1 ആൻഡ് ഗാമ 2. ഗാമ 1 ഈസ് ദി contour consists of these parts C1 dash plus AB plus C2 dash plus EF. ഈ പ്ലസ് കൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത് ഇവരെല്ലാവരും എൻഡ് ടു എൻഡ് ജോയിൻ ചെയ്യുന്നതെന്നാണ് അർത്ഥം. അതായത് C1 ഡാഷിൻ്റെ എൻഡ് പോയിൻറ്റിനോട് കൂടി AB-യുടെ ഇനീഷ്യൽ പോയിൻ്റ് ജോയിൻ ചെയ്ത് അങ്ങനെ ജോയിൻ ചെയ്ത് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നോക്കൂ, C1 ഡാഷ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് C1ൻ്റെ ഒരു പാർട്ടാണ്. ഈ പാർട്ടിനെയാണ് C1 ഡാഷ് എന്ന് വിളിച്ചിരിക്കുന്നത്. അതുപോലെ C2 ഡാഷ് എന്ന് പറയുന്നത് C2ൻ്റെ ഈ മുകളിൽ കാണുന്ന ഈ പോർഷനാണ്. ഓക്കെ, C2 ഡാഷ്. ഗാമ 2 എന്ന് പറയുന്നത് ഇതിൻ്റെ കോംപ്ലിമെൻ്ററി ആയിട്ട് താഴെ കാണുന്ന ആ സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ. ഓക്കെ, വേറെ C1 dash and C2 dash, C1 dash and C1 double dash are parts of C1, C2 dash and C2 double dash are parts of C2. ഇനി ഇത് രണ്ടുപേരും ഗാമ 1ഉം ഗാമ 2ഉം സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ ആയതുകൊണ്ട് തന്നെ കോഷി-ഗുർസ തിയറം അനുസരിച്ച് ഇൻ്റഗ്രൽ ഓവർ ഗാമ 1 ഈസ് 0 ആൻഡ് ഇൻ്റഗ്രൽ ഓവർ ഗാമ 2 0. കാരണം എന്താണ്? ഗാമ 1 ഡിറ്റർമിൻ ചെയ്യുന്ന സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ നോക്കിയേ. ആ സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂറിൽ ഫംഗ്ഷൻ അനലിറ്റിക് ആണ്, അതിൻ്റെ ഉൾഭാഗത്തും അനലിറ്റിക് ആണ്. അതാണല്ലോ കോഷി-ഗുർസ തിയറം അപ്ലൈ ചെയ്യാൻ വേണ്ട ക്രൈറ്റീരിയൻ അത് തന്നെയാണല്ലോ. If a function is analytic within and on a simple closed contour, then integral over that contour will be 0. അതാണ് കോഷി-ഗുർസ തിയറം. അപ്പോൾ കോഷി-ഗുർസ തിയറം അനുസരിച്ച് ഗാമ 1ലൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോഴും ഗാമ 2ലൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോഴും ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രൽ വാല്യൂ 0 ആയിരിക്കും. Okay, since gamma 1 and gamma 2 are simple closed contours and f of z is analytic within and on them, by Cauchy-Gursa theorem, we have integral over gamma 1 f of z dz equal to 0 and integral over gamma 2 f of z dz equal to 0. But integral over gamma 1 f of z എന്ന് പറയുന്നത് this is equal to 0 means integral over gamma. What is gamma 1? Gamma 1 is this one. C1 dash plus AB plus C2 dash plus EF ഇതെല്ലാം ചേർന്നാണ് ഗാമ 1 ഡാഷ്, സോറി ഗാമ 1. അപ്പോൾ ഗാമ 1ലൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ C1 ഡാഷിലൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക പ്ലസ് AB-യിലൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു പ്ലസ് ഇൻ്റഗ്രൽ ഓവർ C2 ഡാഷ് പ്ലസ് ഇൻ്റഗ്രൽ ഓവർ EF. ഈ ഓരോ സെഗ്മെൻറ്റിലൂടെയുള്ള ഇൻ്റഗ്രൽസിൻ്റെ സമ്മായിട്ട് ഗാമ 1ലൂടെയുള്ള ഇൻ്റഗ്രലിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. സോ ദിസ് വിൽ ബി ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ C1 ഡാഷ് f of z dz പ്ലസ് ഇൻ്റഗ്രൽ ഓവർ AB f of z dz plus integral over C2 dash f of z dz plus integral over
EF f of z dz equal to 0. Let it be number 1, equation number 1. ഓക്കെ, അതുപോലെ ഇൻ്റഗ്രൽ ഓവർ ഗാമ ടു എഫ് ഓഫ് സെഡ് ഡി സെഡ് ഈക്വൽ ടു 0. അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? നേരത്തെ ചെയ്ത പോലെ ഈ ഗാമ ടു എന്ന് പറയുന്ന കോണ്ടൂറിനെയും മാറ്റി എഴുതാം, സമ്മാക്കി നമുക്ക് തിരിച്ചെഴുതാം. C1 ഡബിൾ ഡാഷ് പ്ലസ് എഫ് ഇ പ്ലസ് ഓവർ C2 ഡാഷ് C2 ഡബിൾ ഡാഷ് പ്ലസ് ബി എ, ഇങ്ങനെ 4 ഇൻ്റഗ്രൽസിൻ്റെ സമ്മായിട്ട് എഴുതാൻ പറ്റും. സോ ഇൻ്റഗ്രൽ ഓവർ C2 ഡാഷ്, റൈറ്റ്, C2 dash or C1 double dash, it is C1 double dash, sorry, C1 double dash, C1 double dash plus integral over C1 double dash ലൂടെ കയറി പിന്നെ FE plus FE plus FE f of z dz, here also f of z dz പ്ലസ് ഇൻ്റഗ്രൽ ഓവർ എഫ് ഇയിലൂടെ കയറി പിന്നെ C2ലേക്ക് താഴെ കൂടെ വരുന്നത്, അപ്പോൾ C2ൻ്റെ രണ്ടാമത്തെ പോർഷൻ, സോ C2 ഡബിൾ ഡാഷ്, സോ ഇൻ്റഗ്രൽ ഓവർ C2 ഡബിൾ ഡാഷ് എഫ് ഓഫ് സെഡ് ഡി സെഡ് പ്ലസ് ദ ഫൈനൽ സെഗ്മെൻറ്റ് ഈസ് ബി എ, സോ ഇൻ്റഗ്രൽ ഓവർ ബി എ എഫ് ഓഫ് സെഡ് ഡി സെഡ്, എഫ് ഓഫ് സെഡ് ഡി സെഡ് ഈക്വൽ ടു 0. സെക്കൻഡ് ഇക്വേഷൻ. നമുക്കൊരു കാര്യം ചെയ്യുമ്പോൾ ഇത് രണ്ടും കൂടെ ഒന്ന് സം ചെയ്ത് നോക്കാം. സമ്മിങ്, ഇത് രണ്ടും കൂടെ സം ചെയ്യുന്നു, ആഡിങ്. സോ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ആഡ് ചെയ്യുന്ന സമയത്ത് ഇൻ്റഗ്രൽ ഓവർ എ ബി, ഇൻ്റഗ്രൽ ഓവർ ബി എ ഇത് ക്യാൻസൽ ചെയ്ത് പോകും. കാരണം എന്താണ്? അത് ഓപ്പോസിറ്റ് ഓറിയൻറ്റേഷനാണ്. സെയിം ഫംഗ്ഷനാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. ഇൻ്റഗ്രൽ ഓവർ എ ബി ആൻഡ് ഇൻ്റഗ്രൽ ഓവർ ബി എ വിൽ ക്യാൻസൽസ്. ഓക്കെ, കാരണം അത് സെയിം കർവാണ്, പക്ഷേ റിവേഴ്സ് ഓറിയൻറ്റേഷനിലാണ്. So integral over AB will be same as negative of integral over BA അല്ലേ? ഓറിയൻറ്റേഷൻ തിരിക്കുമ്പോൾ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ ചേഞ്ച് ആവുക സൈനിലാണ്. ഓക്കെ, സോ നമുക്കിത് ക്യാൻസൽ ചെയ്യാം. ആഡ് ചെയ്യുന്ന സമയത്ത് ഇത് ക്യാൻസൽ ചെയ്ത് പോകും, ഈ രണ്ടെണ്ണം ക്യാൻസൽ ചെയ്ത് പോകും. അതേ റീസണിങ് പ്രകാരം തന്നെ ഇൻ്റഗ്രൽ ഓവർ ഇ എഫ് വിൽ ബി ഓപ്പോസിറ്റ് ടു ഇൻ്റഗ്രൽ ഓവർ എഫ് ഇ, സോ ദാറ്റ് ഓൾസോ ക്യാൻസൽസ്, ഈ രണ്ടെണ്ണം ക്യാൻസൽ ആവും. പിന്നെ എന്താ റിമൈൻ ചെയ്യൂ? ഈ 4 ഇൻ്റഗ്രലിനെ റിമൈൻ ചെയ്യൂ. അത് നമുക്ക് എടുത്തെഴുതാം. സോ വി ഹാവ്, സോ ആഡിങ് വി വിൽ ഗെറ്റ് ഇൻ്റഗ്രൽ ഓവർ C1 dash f of z dz plus integral over C1 double dash f of z dz plus integral over C2 dash f of z dz plus integral over C2 double dash f of z dz equal to 0. ഓക്കെ, പക്ഷേ ഇനി നോക്കൂ, C1 ഡാഷ് ആൻഡ് C1 ഡബിൾ ഡാഷ് അതെന്താണ്? C1 ഡാഷ് എന്ന് പറയുന്നത് ഈ പോർഷൻ, C1 ഡബിൾ ഡാഷ് എന്ന് പറയുമ്പോൾ അതിൻ്റെ താഴ്ഭാഗം, അപ്പോൾ രണ്ടും കൂടെ ചേരുമ്പോൾ കംപ്ലീറ്റ് C1 കിട്ടുന്നുണ്ട്. C1ൻ്റെ സെയിം ഓറിയൻറ്റേഷൻ തന്നെയാണ്. സോ C1 ഡാഷ് ഇൻ്റഗ്രൽ ഓവർ C1 ഡാഷ് പ്ലസ് ഇൻ്റഗ്രൽ ഓവർ C1 ഡബിൾ ഡാഷ് ഈസ് പ്രിസൈസ്ലി ഇൻ്റഗ്രൽ ഓവർ C1. അപ്പോൾ ആദ്യത്തെ രണ്ട് ഇൻ്റഗ്രലിനെ ചേർത്ത് നമുക്ക് ഇൻ്റഗ്രൽ ഓവർ C1 എന്ന് എഴുതാം. ഇൻ്റഗ്രൽ ഓവർ C1 എഫ് ഓഫ് സെഡ് ഡി സെഡ് പ്ലസ് രണ്ടാമത്തെ നോക്കൂ, മൂന്നാമത്തെയും നാലാമത്തെയും ഇൻ്റഗ്രൽസിനെ ചേർത്ത് നമുക്ക് ഇൻ്റഗ്രൽ ഓവർ C2 ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും. C2 ഡാഷ് ആൻഡ് C2 ഡബിൾ ഡാഷ് അതെന്താണ്? ഫിഗർ നോക്കൂ, C2 ഡാഷ് എന്ന് പറയുന്നത് C2 ഡാഷ് എന്ന് പറയുമ്പോൾ C2ൻ്റെ ഈ അപ്പർ പോർഷനാണ്, അത് C2ൻ്റെ ആക്ച്വൽ ഓറിയൻറ്റേഷൻ്റെ ഓപ്പോസിറ്റാണ് C2 ഡാഷ്. ഓക്കെ, പിന്നെ C2 ഡബിൾ ഡാഷ് പറയുമ്പോൾ അതിൻ്റെ താഴ്ഭാഗം കൂടെ, അപ്പോൾ C2 കംപ്ലീറ്റ് കിട്ടുന്നുണ്ട്, പക്ഷേ ഓറിയൻറ്റേഷൻ ഡിഫറെൻ്റ് ആയി. അപ്പോൾ C2 ഡാഷ് പ്ലസ് C2 ഡബിൾ ഡാഷ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നെഗറ്റീവ് C2 ആണ്. നെഗറ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് ദി ഓപ്പോസിറ്റ് ഡിറക്ഷൻ ഓഫ് or opposite orientation of C2. So this will be integral over negative C2 f of z dz. What is the reason? This will be equal to 0. What is the reason? Because C1 dash plus C1 double dash is C1, we have observed. C2 dash plus C2 double dash is negative C2. Okay, that is integral over C1 f of z dz. What is integral over negative C2? That is minus of integral over C2 f of z dz. That is equal to 0. Okay, this means that integral over C1 f of z dz equal to integral over C2 f of z dz. Okay, so we have proved the principle of deformation of contours. Okay, so hence the
പ്രിൻസിപ്പിൾ ഓഫ് ഡിഫോർമേഷൻ ഓഫ് കോണ്ടൂർസ് ഈസ് പ്രൂവ്ഡ്. അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് ഡിഫോർമേഷൻ ഓഫ് കോണ്ടൂർസ് പറയുന്നത്, അതിൻ്റെ പ്രൂഫാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. എന്താണ് അത് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്? എന്താണ് പ്രിൻസിപ്പിൾ പറയുന്നത്? എന്താണ്? C1-ലൂടെയുള്ള ഇൻ്റഗ്രേഷനും C2-ലൂടെയുള്ള ഇൻ്റഗ്രേഷനും സെയിം ആണ്. C1-ലൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിന് പകരം C2-ലൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. നേരെ തിരിച്ചും ചെയ്യാം. Provided what is the condition? Condition is that the function must be analytic on C1 and on C2 and at every point in between C1 and C2. C1 and C2ൻ്റെ ഇടയ്ക്കുള്ള ആ റീജിയനിൽ കംപ്ലീറ്റ് ഫംഗ്ഷൻ അനലറ്റിക് ആയിരിക്കും. ഓക്കെ, അനലറ്റിക് ആവണം. അപ്പോൾ C1-നെ C2-ലേക്ക് നമ്മൾ ഡിഫോം ചെയ്തു, അല്ലെങ്കിൽ C2-നെ C1-ലേക്ക് ഡിഫോം ചെയ്ത് കോണ്ടൂർ ഇൻ്റഗ്രൽ കാണാം. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു കോണ്ടൂർ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കോണ്ടൂർ ആണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫെമിലിയർ ആയിട്ടുള്ള കോണ്ടൂറിലേക്ക് നമുക്ക് ഡിഫോം ചെയ്യാം എന്നുള്ളതാണ് ഈ പ്രിൻസിപ്പിളിൻ്റെ അഡ്വാൻറ്റേജ്. ഡിഫോം ചെയ്യണമെങ്കിൽ എന്ത് വേണം? C1-ൻ്റെയും C2-ൻ്റെയും ഇടയ്ക്ക് ഫംഗ്ഷൻ്റെ അനലിറ്റിസിറ്റി ബ്രേക്കപ്പ് ആവുന്ന ഒരു പോയിൻറ്റും വരാൻ പാടില്ല. ഓക്കെ, C2-ൻ്റെ ഉള്ളിലുണ്ടാവുന്നതുകൊണ്ട് വിരോധമില്ല, C1-ൻ്റെ പുറം ഭാഗത്തുണ്ടാവുന്നതുകൊണ്ട് വിരോധമില്ല. പക്ഷേ C1-ൻ്റെയും C2-ൻ്റെയും ഇടയ്ക്ക് ഒരു പോയിൻറ്റും അനലിറ്റിസിറ്റി ബ്രേക്കപ്പ് ചെയ്യുന്ന രീതിയിൽ ഉണ്ടാകാൻ പാടില്ല. സോ ദിസ് ഇസ് ദ ഐഡിയ ഓഫ് പ്രിൻസിപ്പിൾ ഓഫ് ഡിഫോർമേഷൻ ഓഫ് കോണ്ടൂർസ്. നമുക്ക് ഒന്ന് രണ്ട് പ്രോബ്ലംസ് നോക്കാം. See the problem. Evaluate integral over C dz by z minus I where C is the contour given below. ഈ താഴെ തന്നിരിക്കുന്ന കോണ്ടൂറാണ് C. നമുക്ക് ആ കോണ്ടൂറിലെ ലൈൻ സെഗ്മെൻറ്റുകളാണ് കേട്ടോ. ഇവിടെ വേണമെങ്കിൽ പേരൊക്കെ കൊടുക്കാം. CA, B, C, D, E എന്ന് ഞാൻ പേര് കൊടുക്കുന്നു. DEF. ഇപ്പോൾ ABCDEF എന്ന് പറയുന്നത് വെർട്ടീസസ് ആയി വരുന്ന ഒരു പോളിഗണാണിത്. എത്ര സൈഡുകളുണ്ട്? 1, 2, 3, 4, 5, 6 സൈഡുകളുണ്ട്. 6 ലൈൻ സെഗ്മെൻറ്റുകൾ അല്ലെങ്കിൽ 6 സെഗ്മെൻറ്റുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പോളിഗൺ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിലൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിലൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ നമ്മൾ സാധാരണ ചെയ്യുക എങ്ങനെയാണ്? ഇതിനെ പാരാമീറ്ററൈസ് ചെയ്യും എന്ന് പറയുമ്പോൾ ഓരോ സെഗ്മെൻറ്റിലൂടെയും ഇൻ്റഗ്രേറ്റ് ചെയ്യാം. സെഗ്മെൻറ്റ് എന്ന് പറയുമ്പോൾ സ്ട്രെയിറ്റ് ലൈൻ സെഗ്മെൻ്റ് ആണല്ലോ. ഇതിനെ പാരാമീറ്ററൈസ് ചെയ്യാം. ഇതിൻ്റെ ഇക്വേഷൻ -2i എന്ന് പറയുന്ന പോയിൻ്റ് 0, -2 എന്ന് പറയുന്ന പോയിൻ്റാണ്. 2 - 2i എന്ന് പറയുന്നത് 2, -2 എന്ന് പറയുന്ന പോയിൻ്റാണ്. ഈ രണ്ട് പോയിൻറ്റുകൾ ജോയിൻ ചെയ്താൽ കിട്ടുന്ന ലൈൻ സെഗ്മെൻ്റാണ് ഇത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എഴുതി അതിന് നമുക്ക് പാരാമീറ്ററൈസ് ചെയ്യാം. അതുപോലെ ഈ 6 ലൈൻ സെഗ്മെൻറ്റിൻ്റെയും ഇക്വേഷൻ കണ്ടിട്ട് വേണം അതിനെ പാരാമീറ്ററൈസ് ചെയ്യാൻ. ഓരോന്നിലും നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്ത് അഥവാ 6 ലൈൻ ഇൻ്റഗ്രൽ കമ്പ്യൂട്ട് ചെയ്ത് അതെല്ലാം കൂടെ സം ചെയ്താലാണ് ഈ ഇൻ്റഗ്രൽ കിട്ടുക. പക്ഷേ ഇവിടെ നമുക്ക് ഈ കോണ്ടൂറിൻ്റെ ഒരു കോംപ്ലിക്കേറ്റഡ് കോണ്ടൂർ ആയതുകൊണ്ട് ഇതിനെ മറ്റൊരു കോണ്ടൂറായിട്ട് നമുക്ക് ഡിഫോം ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. ഇവിടെ ഈ കോണ്ടൂറിൻ്റെ ഉൾഭാഗത്ത് ഈ ഫംഗ്ഷൻ്റെ അനലിറ്റിസിറ്റിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട ഫംഗ്ഷൻ ഏതാണ്? 1/z minus i ആണ്. ഈ 1/z minus iയുടെ അനലിറ്റിസിറ്റിക്ക് എന്തെങ്കിലും കുഴപ്പം വരുന്നുണ്ടോ? ഉണ്ട്. z=i എന്ന് പറയുന്ന പോയിന്റിൽ അതിൻ്റെ അനലിറ്റിസിറ്റി ബ്രേക്കപ്പ് ആവും. വേറെ എവിടെയും അതിൻ്റെ അനലിറ്റിസിറ്റിക്ക് കുഴപ്പം വരില്ല. കാരണം 1/z minus i എന്ന് പറയുന്നത് ഒരു റാഷണൽ ഫംഗ്ഷനാണ്. ഡിനോമിനേറ്റർ പോളിനോമിയലാണ്, ന്യൂമറേറ്ററും പോളിനോമിയലാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ഫംഗ്ഷൻസ് അനലിറ്റിസിറ്റി ഇല്ലാതെ ആയി പോകുന്നത് ഡിനോമിനേറ്റർ ക്വാണ്ടിറ്റി 0 വരുന്ന പോയിന്റുകളിലാണ്. ഇപ്പോൾ z-i 0 വരുന്നത് z=iയിലാണ്. ഈ i എന്ന് പറയുന്ന പോയിന്റ് ഇതിൻ്റെ ഉള്ളിലാണ് വരുന്നത്. കാരണം ഇവിടെ നോക്കൂ, 4i - 2i. അപ്പോൾ ഇതിൻ്റെ ഇവിടെ എവിടെയോ ആണല്ലോ i വരിക, ഇവിടെ എവിടെയോ ആണ് i ഉള്ളത്. അപ്പോൾ സോ ദ പോയിന്റ് അറ്റ് വിച്ച് ഫംഗ്ഷൻ ഫെയിൽസ് ടു ബി അനലിറ്റിക് ഈസ് ഇൻസൈഡ് ഓഫ് ദി ഓർ ഇൻറ്റീരിയർ പോർഷൻ ഓഫ് ദി കോണ്ടൂർ. ഈ കോണ്ടൂറിൻ്റെ ഉൾഭാഗത്താണ്. ഓക്കെ, അപ്പോൾ ഈ കോണ്ടൂറിനെ ഞാൻ ഡിഫോം ചെയ്യുന്നത് എങ്ങനെയാണ്? ഐ സെൻറ്റർ ആയിട്ടുള്ള ഒരു സർക്കിൾ കൺസിഡർ ചെയ്യുക. ആ സർക്കിളിൻ്റെ റേഡിയസ് ഞാൻ ചൂസ് ചെയ്യുന്നത് എത്ര വേണമെങ്കിലും ചൂസ് ചെയ്യാം. എനിക്ക് ആവശ്യം എന്താണ്? അത് ഇതിൻ്റെ ഉള്ളിൽ കിടക്കത്തക്ക രീതിയിലാണ് ഞാൻ കോണ്ടൂർ അതിൻ്റെ റേഡിയസ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഐയിൽ നിന്ന് 0യിലേക്കുള്ള ഡിസ്റ്റൻസ് 1 ആണ്. അപ്പോൾ 1 റേഡിയസുള്ള ഒരു സർക്കിൾ എടുത്താൽ മതി. കാരണം 1 റേഡിയസുള്ള സർക്കിൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ട് 1 റേഡിയസ് വരുമ്പോൾ 2i വരെ വരുള്ളൂ. അപ്പോൾ ഇവിടെ 4i വരെ ഉണ്ട്. അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ, റേഡിയസ് 1 ആയിട്ടുള്ള ഒരു സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് ഡിഫോർമേഷൻ ഓഫ് കോണ്ടൂർ അനുസരിച്ച് ഈ കോണ്ടൂർ തന്നിരിക്കുന്ന കോണ്ടൂറിലൂടെയുള്ള ഇൻ്റഗ്രേഷനെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ സർക്കിളിലൂടെയുള്ള കോണ്ടൂർ ഇൻ്റഗ്രേഷനാക്കി ഇതിനെ മാറ്റാൻ പറ്റും. സർക്കിളിലൂടെ ഇതിനെ കോണ്ടൂർ ഇൻ്റഗ്രേഷൻ നടത്തിയാൽ എന്താണ് അതിൻ്റെ വാല്യൂ വരിക എന്നുള്ള കാര്യം നമുക്ക് വളരെയധികം പരിചയമുണ്ട്. സോ ഫോർ ദ സൊല്യൂഷൻ അവർ ഫംഗ്ഷൻ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട ഫംഗ്ഷൻ ഏതാണ്? അതിനെ f of z എന്ന് വേണമെങ്കിൽ വിളിക്കാം. f of z = 1/z minus i is analytic except at the point
z ഈക്വൽ ടു ഐ എന്ന് പറയുന്ന പോയിന്റിലൊഴികെ ബാക്കി എല്ലായിടത്തും ഈ ഫംഗ്ഷൻ അനലിറ്റിക് ആണ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഐ സെൻറ്ററായിട്ട് ഒരു സർക്കിൾ കൺസിഡർ ചെയ്യുന്നു. Now deform, okay, deforming the given contour, okay, the given contour into a circle centered at I, അതായത് എവിടെയാണോ നമുക്ക് അനലിറ്റിസിറ്റി ബ്രേക്കപ്പ് ആവുന്നത് ആ പോയിന്റ് സെൻറ്റർ ആക്കി എടുക്കുന്നു. ആൻഡ് വിത്ത് റേഡിയസ് 1 ആയിട്ടും എടുക്കുന്നു. റേഡിയസ് 1 എടുക്കണം എന്ന് നിർബന്ധമില്ല. ഒരു കാര്യം നമുക്ക് വേണ്ടതുള്ളൂ, അത് ഈ എടുത്തിരിക്കുന്ന കോണ്ടൂറിൻ്റെ ഉൾഭാഗത്ത് വരണം. അപ്പോൾ 1 എടുത്തു കഴിഞ്ഞാൽ അത് ഉൾഭാഗത്ത് വരുന്നുണ്ട്. റേഡിയസ് 1 ആയി എടുത്തു കഴിഞ്ഞാൽ ഈ കോണ്ടൂർ, ഈ സർക്കിൾ അതിൻ്റെ ഉൾഭാഗത്ത് വരുന്നുണ്ട്. സോ ഡിഫോം ചെയ്യാൻ പറ്റും. കാരണം എന്താ, വേറെ നോക്കൂ, ഈ സർക്കിളും തന്നിരിക്കുന്ന കോണ്ടൂറും അതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ വേറെ എവിടെയും അനലിറ്റിസിറ്റി ബ്രേക്കപ്പ് ആവുന്നില്ല. ഓക്കെ, അനലിറ്റിസിറ്റി എവിടെയും ബ്രേക്കപ്പ് ആവുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ ഷെയ്ഡഡ് പോർഷനിലെല്ലാം ഈ ഫംഗ്ഷൻ അനലിറ്റിക് ആണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, ഡിഫോം ചെയ്യാം. ഈ വലിയ കോണ്ടൂറിനെ, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഈ കോണ്ടൂറിനെ ഈ സർക്കിളിലേക്ക് ഡിഫോം ചെയ്യാം. ഓക്കെ, സോ ബൈ ദ പ്രിൻസിപ്പിൾ ഓഫ് ഡിഫോർമേഷൻ ഓഫ് കോണ്ടൂർ നമുക്ക് എന്ത് വരും, സോ ഡിഫോമിങ് ദ ഗിവൺ കോണ്ടൂർ ഇൻ ടു എ സർക്കിൾ സെൻറ്റേർഡ് അറ്റ് ഐ ആൻഡ് വിത്ത് റേഡിയസ് 1. ദാറ്റ് ഈസ്, അതിൻ്റെ ഇക്വേഷൻ എന്താണ് വരുന്നത്, ദാറ്റ് ഈസ് ദ ഇക്വേഷൻ ഈസ് മോഡ് z മൈനസ് ഐ സെൻറ്റർ ആണ്. ഐ സെൻറ്റർ റേഡിയസ് 1 ആയിട്ടുള്ള സർക്കിൾ എന്ന് പറയുമ്പോൾ മോഡ് z മൈനസ് ഐ ഈക്വൽ ടു 1. ഓക്കെ, സോ ഇതിനെ നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിനെ C1 എന്ന് വിളിക്കാം. ഓക്കെ, സോ ദെർഫോർ ബൈ ദ പ്രിൻസിപ്പിൾ ഓഫ് ഡിഫോർമേഷൻ ഓഫ് കോണ്ടൂർ, by the principle of deformation or simply deformation principle, okay, by this principle of deformation of contours, we have integral over c f of z dz. Okay, integral over c f of z dz equal to integral over c1 f of z dz. That is integral over c 1 by f of z എന്തായിരുന്നു, 1 by z minus i dz എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഇൻ്റഗ്രൽ ഓവർ c1 1 by z minus i dz. പക്ഷേ c1 എന്ന് പറയുന്നത് സർക്കിളാണ്. മോഡ് z minus i ഈക്വൽ ടു 1 ആണ്. മോഡ് z minus i ഈക്വൽ ടു 1ലൂടെ z minus i ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് എന്താണ്, ദ വാല്യൂ ഈസ് 2 pi i, ബിക്കോസ് യൂസിങ് ദ ഫോർമുല integral of 1 by z minus z naught dz over the circle mod z minus z naught equal to r. റേഡിയസ് ഏത് വേണേലും ആവാം, 1 തന്നെ ആവണമെന്നില്ല, വിത്ത് എനി റേഡിയസ്, ഏത് റേഡിയസുള്ള സർക്കിൾ സെൻറ്റർ z നോട്ട് ആയാൽ മതി. ഓക്കെ, 1 by z minus z naught തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാല്യൂ 2 pi i. ഓക്കെ, 1 by z minus z naught ഹോൾ സ്ക്വയറോ അല്ലെങ്കിൽ ഹോൾ ക്യൂബ് ഒക്കെ വരികയാണെങ്കിൽ വാല്യൂ വിൽ ബി 0. അപ്പോൾ നോക്കൂ, ഈ നമുക്ക് വാല്യൂ കിട്ടി 2 pi i എന്നുള്ള വാല്യൂ ആണ് ഇവിടെ കിട്ടുന്നത്. ഇവിടെ ഈ പ്രിൻസിപ്പിൾ ഓഫ് ഡിഫോർമേഷൻ ഓഫ് കോണ്ടൂർ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ഉപയോഗിച്ചില്ലായിരുന്നുവെങ്കിൽ, അത് അപ്ലൈ ചെയ്തില്ലെങ്കിൽ നമ്മൾ ഇതെങ്ങനെ കാണണമായിരുന്നു, ഈ 6 സെഗ്മെൻറ്റിലൂടെയും ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് ആ 6 ഇൻ്റഗ്രൽ വാല്യൂ സം ചെയ്താൽ മാത്രമേ ഈ ഇൻ്റഗ്രൽ വാല്യൂ നമുക്ക് കിട്ടുകയുള്ളൂ. പക്ഷേ ഇവിടെ പ്രിൻസിപ്പിൾ ഓഫ് ഡിഫോർമേഷൻ ഓഫ് കോണ്ടൂർ ഉപയോഗിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്കതിൻ്റെ വാല്യൂ പറയാൻ പറ്റി. അപ്പോൾ അതിനെ ഡിഫോം ചെയ്തു. നമ്മൾ ഈ കോണ്ടൂറിനെ, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഈ കോണ്ടൂറിനെ വളരെ ഫെമിലിയർ ആയിട്ടുള്ള സർക്കിളാക്കി നമുക്ക് ഡിഫോം ചെയ്യാൻ എങ്ങനെ പറ്റി, ബിക്കോസ് ഇതിനിടയ്ക്ക് ഈ ഫംഗ്ഷൻ്റെ അനലിറ്റിസിറ്റി ബ്രേക്കപ്പ് ആവുന്ന ഒരു പോയിന്റും ഇല്ല. കാരണം ഈ ഫംഗ്ഷൻ 1 by z minus i എന്ന് പറയുന്ന ഫംഗ്ഷൻ അനലിറ്റിസിറ്റി ബ്രേക്കപ്പ് ആവുന്നത് i എന്ന് പറയുന്ന പോയിന്റിൽ മാത്രമാണ്. ആ i എന്ന് പറയുന്ന പോയിന്റ് ആകട്ടെ ഈ സർക്കിളിൻ്റെ സെൻറ്റർ പോയിന്റ് ആയതുകൊണ്ട് തന്നെ ഈ കോണ്ടൂറിൻ്റെ പുറത്താണ് കിടക്കുന്നത്. ഏതിൻ്റെ, ഈ സർക്കിളിൻ്റെ ഉൾഭാഗത്ത് എന്ന് പറയുമ്പോൾ ഈ രണ്ട് കോണ്ടൂറിൻ്റെ ഉൾഭാഗത്ത് അത് വരുന്നില്ല. ഈ രണ്ട് റീജിയൻ
ഈ രണ്ട് കോണ്ടൂർ ഡിറ്റർമിൻ ചെയ്യുന്ന ആ ഇന്നർ പോർഷനകത്ത് ഐ വരുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ വേറെ അനലിറ്റിസിറ്റി ബ്രേക്കപ്പ് ആവുന്ന പോയിന്റുകളൊന്നുമില്ല. അതുകൊണ്ട് ഈ പുറത്ത് കാണുന്ന ഈ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കോണ്ടൂറിനെ എനിക്ക് എന്ത് ചെയ്യാം? ഡിഫോം ചെയ്യാം. ഈ സർക്കിളിലേക്ക് ഡിഫോം ചെയ്യാം. ഇനി സർക്കിളിലൂടെയുള്ള ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് 1/z-z0നോട് 1/z-z0നെ z0 സെൻറ്റർ ആക്കിയുള്ള ഒരു സർക്കിളിലൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എല്ലായ്പ്പോഴും വാല്യൂ 2πi ആയിരിക്കും. 1/z-z0ൻ്റെ ഏതെങ്കിലും ഒരു ഇൻറ്റിജർ പവർ 1 അല്ലാത്ത ഇൻറ്റിജർ പവറാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ എടുക്കുന്ന ഫംഗ്ഷൻ എങ്കിൽ വാല്യൂ വിൽ ബി 0. അപ്പോൾ ആ ഫോർമുല നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. വേറെ ഇവാലുവേഷൻ ഡയറക്റ്റ് ആയിട്ട് വേണമെങ്കിൽ ചെയ്യാം. ഇവിടെ പാരാമീറ്ററൈസേഷൻ കൊടുത്താൽ മതി. മോഡ് z-i=1 എന്ന് പറഞ്ഞാൽ z-i=2 e⁻i തീറ്റ എന്നാണ്. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പാരാമീറ്ററൈസേഷൻ കൊടുക്കുക. 0 to 2πയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാല്യൂ കിട്ടുന്നത് 2πi തന്നെയാണ്. ഈ പ്രോബ്ലം നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ടാണ് ഞാനത് റിപ്പീറ്റ് ചെയ്യാതിരുന്നത്. ഇതൊരു ഫോർമുലയായിട്ട് കീപ്പ് ചെയ്താൽ മതി. ഓക്കെ, ഇതൊരു ഫോർമുലയായിട്ട് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് ആ വാല്യൂ ഇവിടെ സപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ധാരാളം ചെയ്യണം. അപ്പോഴാണ് ഈ പ്രിൻസിപ്പിൾ ഓഫ് ഡിഫോർമേഷൻ ഓഫ് കോണ്ടൂർ നമുക്ക് ഫെമിലിയർ ആവുകയുള്ളൂ. ഒന്ന് രണ്ട് പ്രോബ്ലംസ് കൂടെ ഞാൻ അടുത്ത സെഗ്മെൻറ്റിൽ നമുക്ക് പ്രോബ്ലം ചെയ്യാം. ഇതോടുകൂടി ഈ സെഗ്മെൻറ്റ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. ഓക്കെ, താങ്ക് യു.